വളരെ കാലം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ചിലവഴിച്ച താൽബോട്ട് മുണ്ടെ എന്ന നോവലിസ്റ്റ് 1923 എഴുതിയ നോവലാണ് ദ നയൻ അൺനോൺ. അഡ്വഞ്ചർ എന്ന പൾപ്പ് മാഗസിനിലാണ് ഇവ പരമ്പരകളായി വന്നിരുന്നത്. പിന്നീട് അത് പുസ്തകമായി. പക്ഷേ ഈ നോവലിലൂടെ പരാമർശിക്കപ്പെട്ട എല്ലാം അറിയുന്ന ആ 9 ആളുകളെക്കുറിച്ച് പുനരാഖ്യാനമുണ്ടായി. ലൂയിസ് ജാക്വലിയറ്റ്, ലൂയിസ് പോവൽ, ജാക്കോസ് ബൽജിയർ തുടങ്ങിയവർ അശോക നയൻ്റെ നിർമ്മിതിയിൽ കാര്യമായ പങ്കുവഹിച്ചവരാണ്. ലോകത്തിലെ ഏറ്റവും പഴയതും ഇപ്പോഴും നിലനിൽക്കുന്നതുമായ രഹസ്യ സംഘടനയാണിതെന്നും കഥയിൽ പറയുന്ന പല കാര്യങ്ങളും സത്യമാണെന്നുമാണ് എന്തിലും ഒരു മിത്തിന്റെ രസപ്പൊതി കണ്ടെത്താൻ പാടുപെടുന്ന ഒരു കൂട്ടർ വാദിക്കുന്നത്. ഇത് അശോക ചക്രവർത്തിയുടെ സീക്രട്ട് നയൻ എന്ന മിത്തിന്റെ കഥയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തിയ ശേഷം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അശോക ചക്രവർത്തിയുടെയും ഭാരത ചരിത്രത്തിലെ തന്നെ നാഴികക്കല്ലായി മാറിയ കലിംഗ യുദ്ധത്തിന് ശേഷം യുദ്ധത്തിലെ രക്തച്ചൊരിച്ചിലും ഭീകരതയും കണ്ട അശോകൻ ഇനിമേലാൽ യുദ്ധം ചെയ്യില്ലെന്നും ധർമ്മമാർഗത്തിൽ തന്നെയും ലോകത്തെയും നയിക്കുമെന്നും തീരുമാനിച്ചു. 1,00,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ട ആ യുദ്ധത്തിന്റെ പരിണിത ഫലം, ശക്തിയുടെ ദുരുപയോഗത്തെക്കുറിച്ചും അത് ലോകത്തിന് ഏൽപ്പിക്കുന്ന ആഘാതത്തെക്കുറിച്ചും അശോകനെ ചിന്തിക്കുവാൻ ഇടയാക്കിയത്രേ. അന്നേ വരെ ഉപയോഗിക്കപ്പെട്ടതിൽ ഏറ്റവും മികച്ച ആയുധങ്ങളാണ് കലിംഗ യുദ്ധത്തിൽ ഉപയോഗിച്ചത്. ഇത്തരത്തിലുള്ള പല നൂതന ആയുധങ്ങളും വിനാശകാരികളായ നേതാക്കളുടെ കൈവശം എത്തിയാൽ എന്ന ചിന്തയിൽ ലോകത്തിലെ എല്ലായിടത്തും അറിവ് സംഭരിക്കാനായി അദ്ദേഹം 9 പേരെ നിയമിച്ചു. ഇവർ ഓരോ കാലത്തും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്ന് അശോക ചക്രവർത്തിയുടെ ആജ്ഞകൾ നിറവേറ്റുന്നു. ജീവിതത്തിന്റെ വിവിധ പന്ഥാവിലുള്ളവരാകാം ഇത്തരത്തിൽ കണ്ടെത്തപ്പെടുന്നവർ. രാമമാരെ തിരഞ്ഞെടുക്കുന്നത് പോലെ അവരിൽ എന്തെങ്കിലും സവിശേഷതത്വം ദർശിച്ചിട്ടാകാം ഈ തിരഞ്ഞെടുക്കൽ. ഈ 9 അജ്ഞാതരുടെ കൈവശം 9 പുസ്തകങ്ങളുണ്ടത്രേ. കാലാകാലങ്ങളായി സമ്പാദിക്കുന്ന അറിവുകൾ അവർ രേഖപ്പെടുത്തി വയ്ക്കുന്നു. ഓരോ സമയത്തും സമൂഹത്തിന് ഉന്നത പദവിയിലുണ്ടായിരുന്ന പലരും ഇത്തരത്തിൽ അശോക നയനിൽ ഉള്ളവരാണത്രേ. വിക്രം സാരാഭായ് മുതൽ ഒരു മാർപ്പാപ്പ വരെ ഇത്തരത്തിൽ അശോകന്റെ സീക്രട്ട് നയനിൽ പെട്ടവരാണെന്ന മട്ടിൽ പോകുന്നു കഥകൾ. എല്ലാ കാലത്തും ലോകത്തെമ്പാടും ഉണ്ടാകുന്ന ശാസ്ത്ര നേട്ടങ്ങളിൽ പങ്കാളികളാകുകയും പല വിലപ്പെട്ട വിവരങ്ങളും രേഖപ്പെടുത്തി വച്ച ശേഷം അടുത്തയാളെ കണ്ടെത്തി അവർ മൺമറഞ്ഞു പോകുന്നു എന്നൊക്കെയാണ് കഥകൾ. പല ചരിത്ര മുഹൂർത്തങ്ങളിലും ഇവരുടെ അറിവ് മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് എത്തിയിട്ടുണ്ടെന്നും അശോക നയന്റെ ആരാധകർ പറയുന്നു. ഏതായാലും ചരിത്രവും ഭാവനയും കൂടിക്കലർന്ന നല്ലൊരു സിനിമയ്ക്ക് ഈ കഥ ഉപകരിച്ചേക്കുമെന്നും അതിനപ്പുറം ഒരു തെളിവും ഈ കഥയ്ക്കില്ലെന്നും മറ്റൊരു കൂട്ടരും പറയുന്നു. അശോക ചക്രവർത്തിയുടെ സീക്രട്ട് നയൻ എന്ന മിത്തിനെ പറ്റി പറഞ്ഞ ഈ വീഡിയോ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.